22 നവംബറിന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റിയുടെ ഇന്നത്തെ മാർക്കറ്റ് ഭയങ്കര സൈഡ് വേസ് ആയിരുന്നു. നല്ലൊരു ഷാർപ്പ് ഫാളിന് ശേഷം നിഫ്റ്റി ഭയങ്കര സൈഡ് വേസ് ആയിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി നല്ലൊരു എൻട്രി തന്നിട്ട് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആണെങ്കിൽ ഡേ ഹൈ ഒക്കെ എടുത്ത് ടാർഗറ്റിലേക്ക് വന്നു. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ 11 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. 11 മണിന് മുന്നേ തന്നെ ഒരു ട്രേഡിൽ SL അടിച്ചിട്ട് ആ പരിപാടി നിർത്തി പോയതാണ്. അതിനുശേഷം ആഫ്റ്റർനൂൺ മാർക്കറ്റ് വന്ന് നോക്കുന്ന സമയത്താണ് നിഫ്റ്റി തീരെ അനങ്ങിയില്ല എന്ന് പറയാം. അതായത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയ്സിൽ മാർക്കറ്റ് എന്താ അറിയില്ല, മാർക്കറ്റ് ഭയങ്കര ഒരു സൈഡ് വേസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏറ്റവും ഡൗൺ സൈഡിലൊരു ഈവൻ 5 മിനിറ്റ്സ് പോലും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഒരു അപ്സൈഡ് ട്രേഡിന് വേണ്ടിയിട്ട്. 23,289 ലെവൽ. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് കൺസിഡർ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലുള്ളൂ. പിന്നെ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ സ്ട്രൈറ്റ് ഫാളായിരുന്നു. അതുകൊണ്ട് ആ ഒരു ലെവലിലൊന്നും നമുക്ക് എൻട്രി ഇല്ല. 23,780 എന്നുള്ളൊരു ഏരിയ എന്താ പറയുക, ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി അത് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. 23,289 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇനീഷ്യലി ഫസ്റ്റ് ട്രേഡ് അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതിൻ്റെ അപ്സൈഡ് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെങ്കിൽ ഈ നാളത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നാളത്തെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിലായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരു എൻട്രി ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി 10:01 എങ്ങാണ്ടാവും. അത് നല്ല ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് നോക്കുകയാണെങ്കിൽ 700 പോയിൻ്റൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ട്രെയിൽ ചെയ്ത് പോകാൻ പറ്റുന്ന ട്രേഡ് തന്നെയായിരുന്നു അത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞില്ല, മന്ത്ലി എക്സ്പയറി ആയതിനു ശേഷം ട്രേഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ബാങ്ക് നിഫ്റ്റി. പക്ഷേ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു നല്ലൊരു മൊമെൻറ്റം കിട്ടിയത്. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് നാളെ 50,547 ഒക്കെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ 50,155 നമുക്ക് ഒരു കൺസിഡർ ചെയ്യാം. അതുപോലെ ഇവിടെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പ്രോപ്പർ ഏരിയ അല്ല കേട്ടോ, പ്രോപ്പർ ഏരിയ അല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, പ്രോപ്പർ ഏരിയ അല്ല. കാരണം ഒരു വലിയൊരു ക്യാൻഡലിൻ്റെ ഉള്ളിലാണ്. എന്നാലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ആയതുകൊണ്ട് ഇനി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം അത്യാവശ്യം ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് കളക്ട് ചെയ്തതിനെ കൊണ്ട് ഇനി ചിലപ്പോൾ അപ്സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് എഗെയിൻ 49,981 അതായത് 50,000 എന്നുള്ള ഗ്രേറ്റ് ലെവലിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഡൗൺ സൈഡിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് മുകളിലാണ്. നിഫ്റ്റിയിലുള്ള പോലെ തന്നെ ഡൗൺ സൈഡിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് 50,983 അതായത് 51 ഒക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഡൗൺ സൈഡിലേക്കും, ഇതിൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നാളത്തെ ദിവസം അപ്പ് സൈഡിലേക്കായിരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ പ്ലാന്. ഇനി ഇൻ കേസ് ഇതിൻ്റെ ഗ്യാപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഇൻ കേസ് ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നത് ഞാൻ പറഞ്ഞു ഇതൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. 50,165 താഴെ വരികയാണെങ്കിൽ അപ്പ് സൈഡ് നോക്കാം. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ നാളത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.